ഇനി സയണിസത്തെക്കുറിച്ച് പറയട്ടെ. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിലിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. ആദ്യകാല ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ മുഴുവൻ യഹൂദരായിരുന്നു. അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്രഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. അപ്പോൾ ചോദിക്കും, സോളമൻ്റെയൊക്കെ ബൈബിളിലെ പഴയ നിയമത്തിലെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും വിവാഹങ്ങളും ഇല്ലേ എന്ന് ചോദിക്കും. ഇനി 48:15 ഖുർആൻ, സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ ഉള്ളിടത്തേക്ക് നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്. ഇനി ദൈവത്തിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോഴെന്ന് പറയുന്ന ബൈബിളിലെ പ്രയോഗത്തിനെതിരെയാണല്ലോ ഉസ്താദിന് ഭയങ്കര വിഷമമുള്ളത്. അതൊന്ന് പറയാം. ഡാനിയൽ പൂവണ്ണത്തിലച്ഛൻ്റെ വീഡിയോയ്ക്ക് മറുപടിയുമായി ഒരു ഇസ്ലാമിക നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഇസ്ലാമിക നേതാവ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത്. കൂടാതെ അതിരൂക്ഷമായ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇസ്രായേൽ വിമർശനം നടത്തുന്നത്. ഡാനിയൽ അച്ഛനെ സയനിസ്റ്റ് എന്ന് പോലും അദ്ദേഹം വിളിക്കുകയാണ്. എനിവേ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ആരോപണങ്ങളും കേൾക്കുന്നില്ല. 1-2 ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ്. അതിനു മുമ്പ് നമുക്കിതൊന്ന് കേൾക്കാം. നൂറ്റാണ്ടുകളിൽ ലോകം മുഴുവൻ സഹതാപത്തോടെ വീക്ഷിച്ചിരുന്ന ജൂത സമൂഹം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിരാലംബരെയും ഒക്കെ കൊന്നൊടുക്കുന്ന മനുഷ്യ പിശാചുകളായി മാറാനുള്ള കാരണം എന്താണ്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ആ ചരിത്രത്തിലൂടെ നമ്മൾ പോയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 16-18 നൂറ്റാണ്ടുകൾ ബൈബിളിനെ ദുർവ്യാഖ്യാനിച്ച പ്രൊട്ടസ്റ്റന്റ്, ക്രൈസ്തവ, ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളാണ്. അവരുടെ ആ ദുർവ്യാഖ്യാനത്തിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് 7 ലക്ഷത്തോളം പലസ്തീനികൾ ജീവിക്കുന്ന നാട്. ആ നാട്ടിലേക്ക് വിദേശികളായിട്ടുള്ള ലോകത്തിന്റെ വിവിധ നാടുകൾ പീഡനമേൽക്കുന്ന ഈ ജൂതന്മാരെ മുഴുവൻ ഈ പലസ്തീനികളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിച്ചു തരാൻ ഞങ്ങൾക്ക് ബ്രിട്ടനിലും അമേരിക്കയിലുമുള്ള സ്വാധീനം കൊണ്ട് സാധിക്കുമെന്ന് ക്രൈസ്തവ സയനിസ്റ്റ് ആയിട്ടുള്ള വില്യം ഹെക്ലർ, ജൂത നേതാവായിട്ടുള്ള തിയോഡർ ഹെർസലിനെ ബോധിപ്പിക്കുന്ന ആ സമയം തൊട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നത്തിന്റെ എല്ലാം ഉത്ഭവം. അങ്ങനെ 1897 ബാസിൽ വെച്ച് ക്രൈസ്തവ സയനിസ്റ്റ് ആയിട്ടുള്ള വില്യം ഹെക്ലറും അദ്ദേഹത്തിന്റെ സംഘവും, അതേപോലെ ജൂത സയനിസ്റ്റ് ആയിട്ടുള്ള തിയോഡർ ഹെർസലും മറ്റു ജൂതന്മാരും എല്ലാം ചേർന്ന് അവർ പദ്ധതികൾ തയ്യാറാക്കുകയും ഒരു കാലത്ത് തങ്ങൾക്ക് അഭയം നൽകിയ പലസ്തീനികളുടെ നാട് തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അന്നു മുതൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ പലസ്തീൻ ജനത അവരുടെ ഭീഷണിക്ക് മുമ്പിൽ പെട്ടെന്ന് വഴങ്ങിക്കൊടുത്തില്ല. നമുക്കറിയുന്നത് പോലെ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു സാമ്രാജ്യമോ അല്ലെങ്കിൽ ഒരു സൈനിക ശക്തിയോ ഈ പലസ്തീനികളെ സഹായിക്കാനില്ല. ബാക്കിയുള്ള അറബ് നാടുകൾക്കും അവർക്കെല്ലാം ഓരോ രാജ്യം പകുത്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അവരുടെ നിലനിൽപ്പ് നോക്കി മാത്രമേ ഈ പലസ്തീനികളുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ടു പോയ പലസ്തീനികളെ ഭയപ്പെടുത്തി അവരുടെ നാട്ടിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാം എന്നാണ് സയനിസ്റ്റുകൾ പ്ലാൻ ചെയ്തതെങ്കിലും 1920 മുതൽ ഇന്ന് വരെ പലസ്തീൻ ജനത ആ നാട് വിട്ടുകൊടുക്കാതെ അവരുടെ മേളിൽ ബോംബുകൾ വർഷിച്ചിട്ടും അവരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും അതേപോലെ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവർ വരെ പിടഞ്ഞു മരിച്ചിട്ടും അവർ ആ നാട്ടിൽ പോരാട്ടം തുടരുകയാണ്. ആ സഹനത്തിന്റെ പോരാട്ടത്തിനെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന ഇസ്രായേൽ ജനത ലോകത്ത് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോവുകയും അവരുടെ പൈശാചിക സ്വഭാവം ലോകത്തിന് മുമ്പിൽ അനാവൃതമാവുകയുമാണ്. അങ്ങനെ ഇസ്രായേലിന്റെ പ്രവർത്തികളെ ലോകം മുഴുവൻ തെമ്മാടിത്തരമായി വിലയിരുത്തുമ്പോൾ ആ പ്രവൃത്തി ഞങ്ങളുടെ ബൈബിളിന്റെ ദൈവികതയുടെ തെളിവാണ്, അത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ക്രൈസ്തവ സയനിസ്റ്റുകൾ അത് അന്ന് മാത്രമല്ല ഇന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചുറ്റുപരിസരത്തുമുള്ള പാദ്രിമാരിലും പാസ്റ്റർമാരിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അതിൽപ്പെട്ട ഒരാളാണ് കത്തോലിക്ക പുരോഹിതനായ ഫാദർ ഡോക്ടർ ഡാനിയൽ പൂവച്ചിങ്കൽ. അദ്ദേഹം ബൈബിളിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ധാരാളം അബദ്ധ പ്രഘോഷണം അതിൽ നടത്തുന്നുണ്ട്. നമുക്ക് അതിലെ ഓരോരോ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ എഴുതപ്പെട്ട വചനം സത്യമായതുകൊണ്ട് മാത്രമാണ്. നീ കർത്താവിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ലോകത്തിലെ വൻ ശക്തികൾ ഇസ്രായേൽ എന്ന കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വചനം, ഈ എഴുതപ്പെട്ട വചനം സത്യമായിരുന്നു. ഫാദർ പറയുന്നത് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിലും ഇസ്രായേൽ ഈ കാണിക്കുന്ന ക്രൂരതകളെ മുഴുവനൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു മുൻകൂർ ജാമ്യം അദ്ദേഹം പറയുകയാണ്. അത്രയെങ്കിലും മനുഷ്യത്വം അദ്ദേഹത്തിൽ അവശേഷിക്കുന്നു എന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ക്രൈസ്തവരിൽപ്പെട്ട കുറേ ആളുകൾക്ക്
അത് തന്നെ നഷ്ടപ്പെട്ടു പോയി. ഇസ്രായേൽ എത്രത്തോളം ക്രൂരത കാണിക്കുന്നോ അത്രയൊന്നും പോരാ, ഇതിൽ കൂടുതൽ ഇവരോട് ചെയ്യണം എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാദർ വളരെയധികം ഭേദമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് ഫാദർ പറയുന്നത്, ഈ ചെറിയ കേരളത്തിന്റെ അത്രയും ചെറിയ രാജ്യവുമായിട്ടുള്ള ഈ ഇസ്രായേലിനെ ലോകം മുഴുവൻ പേടിക്കാൻ കാരണം ഈ 73 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിളിന്റെ ദൈവികതയുടെ തെളിവെന്നൊക്കെ പറയുമ്പോൾ ഈ ഇസ്രായേലിനെ ലോകം മുഴുവൻ പേടിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ ഇസ്രായേലിന്റെ കഴിവല്ല, നേരെ മറിച്ച് ഇസ്രയേലിനെ ലോകശക്തിയായിട്ടുള്ള അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്ക നൽകുന്ന സമ്പത്തിന്റെയും ആയുധത്തിന്റെയും സംരക്ഷണത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. അത് കഴിഞ്ഞ തവണ ഇറാനുമായി നടന്ന യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. പേടിച്ച് പകച്ചു പോയ ഇസ്രായേൽ ഏറ്റവും അവസാനം അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് വെടിനിർത്തലിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെ ഇസ്ലാമിക നേതാവ് പറയുന്ന ദൈവത്തിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുമെന്ന് പറയുന്ന പ്രയോഗമാണ് ഇസ്ലാമിക നേതാവിനെ ബൈബിളിനെതിരായും ഡാനിയൽ പൂവണ്ണത്തിനച്ഛനെതിരായും തിരിയുവാൻ പ്രേരിപ്പിച്ച ഘടകം. അതിന് മറുപടി പറയുന്നതിന് മുൻപായി ദൈവത്തിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുമെന്ന് പറയുന്ന ബിബ്ലിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിന് മറുപടി പറയുന്നതിന് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയൊരു ഇസ്ലാമിക നേതാവാണ്, പണ്ഡിതനാണിപ്പോൾ. ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക നേതാക്കളിൽ കാണപ്പെടുന്ന രണ്ട് തരം പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇവരുടെ മനസാക്ഷി പ്രത്യേകമായ രീതിയിൽ രൂപപ്പെട്ടതാണ്. അതായത് മനസാക്ഷിക്ക് ഒരുതരം മരവിപ്പാണ്. ഇസ്രായേലിൻ്റെ പ്രവൃത്തികളെ പൈശാചികവും ക്രൂരവും എന്ന് വിളിക്കുമ്പോൾ ഹമാസിനെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും നോവിക്കില്ല. ഇസ്രായേലിൽ കടന്ന് സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും പിടിച്ചുകൊണ്ടുപോയ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത പൈശാചിക പ്രവർത്തികൾ ചെയ്ത ഹമാസ് മൂലമാണ് ഇസ്രായേൽ ഹമാസുമായി ഗാസയിൽ യുദ്ധം ചെയ്യേണ്ടി വന്നത് എന്നുള്ള കാര്യം ഇത്തരം ഇസ്ലാമിക നേതാക്കൾ പറയില്ല. അപ്പോൾ ഇസ്ലാമിക നേതാക്കൾ, ഇസ്ലാമിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സാക്ഷി മരവിച്ച് പ്രത്യേകരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇനി യമനിൽ മുസ്ലിങ്ങളും തമ്മിലാണ് യുദ്ധം. അൽ ജസീറയും BBC-യും പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊന്ന് കാണണം. അവിടെ ഈ യമനിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാഞ്ഞിട്ട് വിഷമില്ലാത്ത പച്ചില തിളപ്പിച്ച് കഴിക്കുന്ന രംഗമുണ്ട്. അത് ഇത്തരം ഇസ്ലാമിക നേതാക്കൾ കാണില്ല. അത് വൈശാചികമല്ല. കാരണം എന്താ? അപ്പുറത്തും ഇപ്പുറത്തും മുഹമ്മദീയരാണ്, മുസ്ലിങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിൽ കിഡ്നി വിൽക്കുന്ന അവസ്ഥയുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ പോലും. ചെറിയ കുഞ്ഞുങ്ങളെ കെട്ടിക്കുന്ന അവസ്ഥയുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധമാണ്. എപ്പോൾ ആര് കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. അത് വൈശാചികമല്ല, അത് ക്രൂരതയല്ല. 1400 ഇസ്ലാം ആരംഭിച്ച മുതൽ ഇന്ന് വരെ ആഫ്രിക്കയിൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻസും മറ്റുള്ളവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ, അത് നടത്തുന്നത് അപ്പുറത്തുള്ള ബൊക്കോഹാറം പോലെയുള്ള ഇസ്ലാമിക ഭീകരത സംഘടനകളായതുകൊണ്ട് അതിനെ പൈശാചികമെന്ന് വിളിക്കില്ല. അതായത് മുഹമ്മദിയർ ചെല്ലുമ്പോൾ ചെയ്യുന്ന കൊലകൾ വിശുദ്ധ കൊലയും ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതമായതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന യുദ്ധത്തിലെ മരണങ്ങളെ പൈശാചികമെന്ന് വിളിക്കുന്ന ഈ പ്രത്യേക മനസാക്ഷിയുണ്ടല്ലോ, അത് പൊതുസമൂഹം ശ്രദ്ധിക്കാതെ പോകരുത്. ഇതാണ് ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും വളവായി മാറുന്ന നിലപാട്. സിറിയയിലെ ക്രിസ്ത്യാനികളുടെ ശോചനീയ അവസ്ഥ, മനുഷ്യന് വിവരിക്കാനോ കണ്ടു നിൽക്കാനാവാത്ത പൈശാചിക പ്രവൃത്തികൾ അനുഭവിക്കുന്ന സിറിയയിലെയും ലെബനോനിലെയും ക്രിസ്ത്യാനികൾ, ഇറാഖിലെ യസീദി പെൺകുട്ടികൾ, ക്രിസ്ത്യൻ പെൺകുട്ടികൾ അനുഭവിച്ച നരകയാതനകൾ, ബോംബിട്ട് തകർത്ത ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, പള്ളികൾ, കൃഷിയിടങ്ങളും സമ്പത്തും മുഴുവൻ കൊള്ളയടിക്കപ്പെട്ട ക്രൈസ്തവ ജനത, ഇസ്ലാമിക ഭീകരവാദികളാൽ തീവ്രവാദികൾ നടത്തിയ താണ്ഡവം, പൈശാചിക പ്രവർത്തികൾ, അതൊന്നും പ്രശ്നമല്ല. ഇനി ഇത്തരക്കാർ മറച്ചു വെക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഈ ദൈവത്തിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ എന്ന പ്രയോഗത്തിൽ അതിനകത്ത് രാഷ്ട്രീയമായ ധ്വനി അല്ല ഉള്ളത്. അതിൻ്റെ തെളിവ് ഞാൻ പറയാം. ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന ജോർദാനുമായി ഇസ്രായേൽ യുദ്ധത്തിലല്ല. ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്തുമായി ഇസ്രായേൽ യുദ്ധത്തിലല്ല. ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന സിറിയയും ലബനോനുമായി ഇസ്രായേൽ യുദ്ധത്തിലല്ല. എന്തിനു പറയുന്നു? പാലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലും പാലസ്തീൻ അതോറിറ്റിയുമായി യുദ്ധത്തിലല്ല. ഇസ്രായേൽ യുദ്ധത്തിലായിരിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ആ ഭീകര പ്രസ്ഥാനവുമായിട്ട് മാത്രമാണ്. ഇത് ഈ ഇസ്ലാമിക നേതാവ് പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ പൈശാചികമെന്ന് വിളിക്കുകയാണ്. ഇതാണ് ലോകം തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ. ഇങ്ങനെ ഇസ്ലാമിക നേതാക്കളിൽ കാണപ്പെടുന്ന ഇത്തരം മനസ്സാക്ഷി മാറ്റിവെക്കൽ,
പ്രക്രിയ ഇവരിൽ പൂർത്തിയാവുകയാണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് മറ്റൊരു കാര്യമാണ്, ആത്മീയത ഇവർക്ക് മനസ്സിലാവില്ല. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ ലോകത്തും തീറ്റയും കുടിയും സെക്സും ഭക്ഷണപാനീയങ്ങളും ഒക്കെയാണ് അത് ഇസ്ലാമിക നേതാക്കൾ പഠിപ്പിക്കുന്നതനുസരിച്ച്. ഇനി മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ശാരീരിക തലം മാത്രമേ ഉള്ളൂ, ആത്മീയ തലമില്ല. അപ്പം ഇങ്ങനെ ആത്മീയ തലമില്ലായ്മയും മനസാക്ഷി മരവിച്ചു പോകുന്നതുമായ ഈ രണ്ട് പ്രത്യേകതകൾ ഇത്തരം ഇസ്ലാമിക നേതാക്കളുടെ പ്രത്യേകതയാണ്. ഇനി സയണിസത്തെക്കുറിച്ച് പറയട്ടെ. സയണിസം പൊളിറ്റിക്കൽ ഇസ്ലാം പോലെ ലോകത്തിന് ഭീഷണിയല്ല എന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കും. പക്ഷേ ഈ ഉസ്താദ് പറയുന്നത് കേട്ടോ, ശത്രുക്കൾ പോലും സമ്മതിക്കും. സയണിസം എന്ന് പറഞ്ഞാൽ സിമ്പിളായ വാക്കുകളിൽ നമുക്ക് സയണിസത്തെ എ കമ്പൽഡ് കമ്മിങ് ബാക്ക്, ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെട്ട ജനതയെന്ന് ഈ ഉസ്താദ് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടത് അകാരണമായി പീഡിപ്പിക്കപ്പെട്ട ജനതയാണ്. ഇങ്ങനെ അകാരണമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും 2000-ലധികം വർഷമായി അകാരണമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇന്നും നശിക്കാതെ യഹൂദർ അവശേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുന്നു എന്ന പ്രയോഗമാണ്. അപ്പോൾ സയണിസം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കിടപ്പാടം വേണം. ഇവിടെ ഈ ഇസ്ലാമിക നേതാവ് കൃത്യമായി പറയുന്നു, ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു. അപ്പം ജെറൂസലേം ഇസ്രായേലും ഭരിച്ചത് ആരായിരുന്നു അവസാനം? ഒട്ടോമൻ തുർക്കികൾ എന്ന് പറഞ്ഞ അധിനിവേശ ശക്തിയാണ്. അതിനു മുമ്പ് ആരാണ്? വിവിധങ്ങളായ ഇസ്ലാമിക രാജാക്കന്മാരും ക്രൈസ്തവ രാജാക്കന്മാരും റോമിൽ നിന്നുള്ളതും പേർഷ്യയിൽ നിന്നുള്ള യഹൂദരല്ലാത്ത രാജാക്കന്മാരുമൊക്കെയാണ് വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കുകയും അവരുടെ പ്രദേശം അധിനിവേശപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ യഹൂദരൊഴികെയുള്ള എല്ലാവരും അവിടുത്തെ അധിനിവേശ ശക്തികളാണ്. ഉസ്താദ് തന്നെ പറയുന്നു, ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു. അപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിലിരുന്ന കുഴപ്പമില്ലായിരുന്നു. യഹൂദർ സ്വന്തം കിടപ്പാടം പൂർവികരുടെ നാട് തിരിച്ചെടുക്കുന്നതാണ് പ്രശ്നം. ഒട്ടോമൻ സാമ്രാജ്യം മുസ്ലിം സാമ്രാജ്യമായതുകൊണ്ട് അത് കുഴപ്പമില്ലാന്ന് ചുരുക്കം. എന്നിട്ട് ഇദ്ദേഹം നിഷ്പക്ഷനാണെന്ന് പറയുകയാണ്. ഇതാണ് മനസ്സാക്ഷി മരവിച്ചു പോവുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് ചെല്ലുമ്പോൾ. ഇനി മറ്റൊരു കാര്യം കൂടി ഉസ്താദിനെ പോലെയുള്ളവരെ ഓർപ്പിക്കാം. ഇവർ മറച്ചു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പൊതുവേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നവർ പോലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. 1920 മുതൽ പാലസ്തീനികൾ കീഴടങ്ങാതിരിക്കുകയാണെന്നാണ് പറയുന്നത്. നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം രാഷ്ട്രങ്ങളിൽ ലോകത്ത് മൊത്തത്തിലൊരു പ്രതിഭാസം നടക്കുന്നുണ്ട്. രാഷ്ട്രങ്ങളുടെ രൂപീകരണം, രാജ്യങ്ങളുടെ രൂപീകരണം നടക്കുന്നുണ്ട് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം. അത് വിവിധ ഭാഷയുടെ പേരിലാകാം, സംസ്കാരത്തിൻ്റെതാകാം, ജാതിയാകാം, മതമാകാം, ഭൂപ്രകൃതിയാകാം, സംസ്കാരങ്ങളാകാം. അങ്ങനെ വിവിധങ്ങൾ ഏതെങ്കിലും കാരണത്താൽ വിവിധ രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്ന ഒരു പ്രതിഭാസം നമ്മൾ 1920 എന്ന് പറയുന്ന 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുകയാണ്. അങ്ങനെ ലോകത്തിലുടനീളം രാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയപ്പോൾ യഹൂദർക്കും ഒരു രാഷ്ട്രം വേണമെന്ന് ചിന്തയുണ്ടായി. കാരണം ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടനുണ്ട്, സൗദി പൗരന്മാർക്ക് സൗദി അറേബ്യ രൂപപ്പെട്ടു, യമനുകൾക്ക് യമൻ രൂപപ്പെടുന്നു. ഈ സത്യം മറച്ചു വെക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും യഹൂദർക്ക് അവർക്ക് പോകാൻ വേറൊരു നാടില്ല. അവർക്ക് ആകെ പോകാനുള്ള പ്രദേശം ഈ ജെറൂസലേമാണ്, ഇസ്രായേലാണ്. അവിടെ മാത്രമേ ചരിത്രപരമായും ആർക്കിയോളജിക്കൽ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അവകാശം സ്ഥാപിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമേ യഹൂദർക്ക് ഭൂമിയിലുള്ളൂ, അത് ജെറൂസലേമാണ്. പിന്നെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജവംശമോ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ഭരണകൂടമോ ചരിത്രത്തിൽ ഒരിടത്തുമില്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പം ഇനി മറ്റൊന്നുണ്ട്, ഈ ഉസ്താദ് മറച്ചു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 636-38 കാലഘട്ടങ്ങളിൽ സൊബർനിയോസ് പത്രിയാർക്കീസ് എന്ന് വിളിക്കപ്പെടുന്ന മെത്രാപ്പോലീത്ത ജെറുസലേമിൻ്റെ പത്രിയാർക്കീസ് ആയിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൽ നിന്ന് തന്നെ ഇസ്ലാം എന്താണെന്ന് പഠിച്ച് ആ ഇസ്ലാം പ്രമാണങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ച ഉമർ എന്ന് പറയുന്ന ഇസ്ലാമിക രാജാവ് ജെറൂസലേം കീഴടക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ജെറൂസലേം കീഴടക്കുന്നു. അങ്ങനെ ഇസ്ലാം ജെറൂസലേമിലേക്ക് കടന്നു ചെല്ലുകയാണ് 636. അന്നു മുതലാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഭരിച്ചില്ലേ എന്ന് ചോദിക്കും. ആദ്യകാല ക്രിസ്ത്യാനികൾ ക്രൈസ്തവർ മുഴുവൻ യഹൂദരായിരുന്നു. അത് ഇന്ത്യയിലായിക്കൊള്ളട്ടെ, ലോകത്തിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, ആദ്യകാല ക്രൈസ്തവർ മുഴുവൻ യഹൂദരായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യൻ രാജാക്കന്മാർ
ജെറൂസലേം ഭരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ജെറൂസലേമിലെ നല്ലൊരു ശതമാനം യഹൂദരും ക്രിസ്ത്യാനികളായി മാറിയിരുന്നു. മാറാത്തവരവിടെ ഉണ്ടായിരുന്നു. അവർ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അവർ തമ്മിൽ യുദ്ധമുണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ യഹൂദ ജെറൂസലേമിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ അധിനിവേശക്കാരെന്ന് വിളിക്കാൻ പറ്റില്ല. വംശീയമായി അവർ യഹൂദർ തന്നെയാണ്. എന്നാൽ ഇപ്പുറത്ത് വരുമ്പോൾ അങ്ങനെയാണോ? അല്ല. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം 636-38 കാലഘട്ടത്തിൽ ജെറൂസലേം കീഴടക്കിയതിന് ശേഷം അവിടെ സമാധാനമില്ല. കാരണം എന്താ? മതമാണ് പ്രശ്നം. മതമാണ് പ്രശ്നം. ഇത് ഉസ്താദ് പറയില്ല. അല്ല, പാലസ്തീനി എന്ന പ്രയോഗം നടത്തുകയാണ്. പാലസ്തീനി എന്ന് പറഞ്ഞൊരു മതമില്ല. ഇതെല്ലാം മറച്ചു വെക്കുകയാണ് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക്. ഇത് കേട്ടിട്ട് പാവപ്പെട്ട മുഹമ്മദിയർ ഇതെല്ലാം വിശ്വസിക്കുകയാണ്. കാരണം ചരിത്രം പഠിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം അസത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ ഇവർക്ക് ആത്മവിശ്വാസം കിട്ടുന്നത്. ഇനി ഖുറാനിലേക്കൊന്ന് നോക്കാം. ഇദ്ദേഹം വിശ്വസിക്കുകയും ഇദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഖുറാനിലേക്കൊന്ന് നോക്കാം. ഇവിടെ യഹൂദരെ കുറ്റം പറയുന്ന ഇദ്ദേഹം മനസ്സിലാക്കാതെയും ഇദ്ദേഹം മറച്ചു വെക്കുന്ന മറ്റ് 1-2 സത്യങ്ങൾ കൂടി പറഞ്ഞു നിർത്താം. ഖുറാൻ 5-ാം അധ്യായത്തിൻ്റെ 21, എൻ്റെ ജനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്രഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ, നിങ്ങൾ പിന്നോക്കം മടങ്ങരുത്. അതാ ഖുറാൻ അനുസരിച്ച് അള്ളാഹു അവകാശപ്പെടുന്നത് ജെറൂസലേം, ഇസ്രായേൽ മോശയ്ക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമായി അള്ളാഹു കൊടുത്തതെന്നാണ് പറയുന്നത്. ആ ഭൂമിയുടെ മേലാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. അവിടെ മുസ്ലിങ്ങളുണ്ട്, യഹൂദരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ആർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ആർക്കും പട്ടാളത്തിൽ ചേരാം, ആർക്കും അവനവൻ്റെ മതം അനുവദനീയമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്യാം. ഇതും മറ്റൊരു സത്യമാണ്. ഇനി ഖുർആൻ 9:111, തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് സ്വർഗമുണ്ടാവുക എന്നതിന് പകരമായി, അതായത് സ്വർഗം കൊടുക്കുന്നതിന് പകരമായി അള്ളാഹു അവരുടെ ധനവും പണവും ദേഹങ്ങളും ശരീരവും വിലക്കെടുത്തിരിക്കുന്നു. ഇത്തരമൊരു മതത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേലിനെതിരെയും ബൈബിളിനെതിരെയും ഈ ഇസ്ലാമിക നേതാവ് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നത്. ഇത്തരമൊരു മതത്തിൽ നിന്നുകൊണ്ടാണ്. അതായത് സ്വന്തം വിശ്വാസികളുടെ ശരീരവും സമ്പത്തും സ്വർഗത്തിന് പകരമായി അള്ളാഹു മേടിക്കുക. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കൊല്ലലും കൊല്ലപ്പെടലും നിർബന്ധിതമാക്കിയ ഒരു മതം. ആ മതത്തിൽ നിന്നുകൊണ്ടാണ് ബൈബിളിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യേശുവിലും അപ്പസ്തോലന്മാരിലും യാതൊരു തെറ്റും കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ബൈബിൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിന് അവസാനം പറയാം. അപ്പോൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യും. ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. ഖുർആൻ 9:111. ഇനി ഇദ്ദേഹത്തിൻ്റെ നേതാവിലേക്ക് വരാം. നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായി നിൻ്റെ ഭാര്യമാരെ നാം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന നിൻ്റെ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു ശക്തിയിലാണ് വിശ്വസിക്കുന്നതെന്ന് ഓർക്കണം. തൻ്റെ ദൂതന് വേണ്ടി സ്ത്രീകളെ കൊടുക്കുകയാണ്. ഇതിനകത്തൊന്നും ഒരു തെറ്റും ഈ ഉസ്താദ് കാണുന്നില്ല എന്നുള്ളതാണ്. യാതൊരു കുറവുകളും കാണുന്നില്ല. ഇത് പരിശുദ്ധമാണെന്നാണ് ഉസ്താദ് പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്. അവിടുന്ന് ഇവിടുന്നൊന്നുമല്ല വായിക്കുന്നത്. നിന്റെ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ നിനക്കെടുക്കാം. നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പിതൃവ്യപുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, അങ്ങനെ വർണ്ണിച്ചു പോവുകയാണ്. സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിനക്ക് വിഷമമുണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രേ ഇത്. ഇത്തരമൊരു നേതാവും ഒരു ഗ്രന്ഥവും പരിശുദ്ധമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ സ്ത്രീകൾക്കൊന്നും അവകാശമില്ല. ആ സ്ത്രീകളൊന്നും മനുഷ്യരല്ല. ഇനി 33:51, അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് മാറ്റി നിർത്താം. അതായത് ഇത്രയും സ്ത്രീകളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുകയാണ്, അവരിൽ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് മാറ്റി നിർത്താം, നിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുകയും ചെയ്യാം. നീ മാറ്റി നിർത്തിയവരിൽ നീ വല്ലവരെയും ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് വീണ്ടും അവരെ ഉപയോഗിക്കാം. അപ്പോൾ ചോദിക്കും, സോളമൻ്റെയൊക്കെ ബൈബിളിലെ പഴയ നിയമത്തിലെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും വിവാഹങ്ങളും ഇല്ലേ എന്ന് ചോദിക്കും. അതൊന്നും വിശുദ്ധ വിവാഹങ്ങളാണെന്നും വിശുദ്ധ യുദ്ധമാണെന്നും വിശ്വസിക്കുവാൻ ഒരു ക്രൈസ്തവനും ഒരു ക്രിസ്തു വിശ്വാസിക്കും ബാധ്യതയില്ല. പഴയ നിയമത്തിൽ വിവരണങ്ങളും കൽപ്പനകളുമുണ്ട്.
രാജാക്കന്മാരുടെ പ്രവൃത്തികളും സാധാരണ വിശ്വാസികളുടെ പ്രവൃത്തികളുമുണ്ട്. രാജാക്കന്മാരോട് ആവശ്യപ്പെടുന്നതും സാധാരണ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നതും വേർതിരിച്ചാണ് പഴയ നിയമത്തിൽ. അതുകൊണ്ട് അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ വിവരണങ്ങളുണ്ട്. അതിനകത്ത് കൽപ്പനകളും വിവരണങ്ങളുമുണ്ട് പഴയ നിയമത്തിൽ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അധിഷ്ഠിതമായ ഭീകര സംഘടനകൾ ലോകത്തിലില്ലാത്തത്. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യം അങ്ങനെയാണോ? കാരണം ഇത് പ്രമാണമാണ്, അനുസരിക്കേണ്ട കൽപ്പനയാണ്. അപ്പം നിനക്ക് ഉദ്ദേശിക്കുന്നവരെ മാറ്റി നിർത്തുകയും പിന്നെ ചേർത്ത് പിടിക്കുകയും എല്ലാം ചെയ്യാം, നിന്റെ ഇഷ്ടം. ഇനി 48:15 ഖുർആൻ, സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ ഉള്ളിടത്തേക്ക് നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ, നോക്ക്, സ്വത്തുക്കൾ കൈവശപ്പെടുത്താനേ റെയ്ഡ്, പ്ലണ്ടർ എന്ന് പറയും, റെയ്ഡ്. സ്വത്തുക്കൾ കൈവശപ്പെടുത്താനുള്ളിടത്തേക്ക് നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ആ പിന്നോക്കം മാറി നിന്നവർ പറയും, അതായത് കൊള്ളയ്ക്ക് പോരാത്തവർ പറയും, ഞങ്ങളെ നിങ്ങൾ വിട്ടേക്കണം, ഞങ്ങളും നിങ്ങളെ അനുഗമിക്കാം. അള്ളാഹുവിൻ്റെ വാക്കിന് മാറ്റം വരുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നീ പറയുക, നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ അനുഗമിക്കുകയില്ല, അപ്രകാരമാണ് അള്ളാഹു മുമ്പേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞേക്കാം, അല്ല, നിങ്ങൾ ഞങ്ങളോട് അസൂയ കാണിക്കുകയാണ് എന്ന്. അങ്ങനെയല്ല, അവർ കാര്യം ഗ്രഹിക്കാതിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന് പോരാതിരുന്നാലേ, സ്വത്ത് കൈവശപ്പെടുത്താൻ കൊള്ളയടിക്കാൻ പോരാതിരിക്കുന്നവരോടെ അവരോടുള്ള ബന്ധം ഏർപ്പെടുത്തിക്കോളാൻ. ഇതെല്ലാം പരിശുദ്ധമാണെന്നാണ് ഇസ്ലാമിക നേതാവ് പറയുന്നത്. ബൈബിളിനെതിരെയാണ് ആരോപണം. ബൈബിളിൽ അധിഷ്ഠിതമായ ഒരു ഭീകര സംഘടനയുമില്ല എന്നുള്ളതാണ്. ഇനി 59-ാം അധ്യായം വായിക്കുക. 59-ാം അധ്യായം നമുക്ക് കൃത്യമായി അറിയാം. ഖുർആൻ്റെ 59. അഭയാർത്ഥിയായി മദീനയിലേക്ക് കടന്നു ചെല്ലുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ്. മദീനയെ ആരാണ് സമ്പൽ സമൃദ്ധമാക്കിയിരുന്നത്? കൃഷിയിടങ്ങൾ കൊണ്ടും കോട്ട കൊണ്ടും വ്യാപാരങ്ങൾ കൊണ്ടും യഹൂദർ സമ്പൽ സമൃദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു പ്രദേശമായിരുന്നു മദീന. അത് അവിടുത്തെ യഹൂദരെ അടിച്ചോടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് സ്വന്തമാക്കുന്ന വിവരണമാണ് 59-ാം അധ്യായം. വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ, അതായത് യഹൂദരെ, ഒന്നാമത്തെ തുരുത്തിയോടിക്കലിൽ തന്നെ, ആദ്യത്തെ അറ്റാക്കിൽ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയവൻ അവനാകുന്നു, അള്ളാഹു ആകുന്നു. അവർ പുറത്തിറങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. കാരണം യഹൂദർ അത്രത്തോളം സെറ്റപ്പുള്ളവരായിരുന്നു. അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് മുഹമ്മദിയർ വിശ്വസിച്ചില്ല. തങ്ങളുടെ കോട്ടകൾ അള്ളാഹുവിൽ നിന്ന് അവരെ പ്രതിരോധിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അതായത് നല്ലപോലെ ഒരുക്കവും കോട്ട കെട്ടി സുസജ്ജമാക്കിയ താമസവും സൗകര്യമൊക്കെ യഹൂദർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യഹൂദരുടെ കോട്ടകൾ തകർക്കാൻ അള്ളാഹുവിന് പറ്റില്ല എന്ന് യഹൂദർ വിചാരിച്ചുവെന്നാണ് പറയുന്നത്. എന്നാൽ എന്തു പറ്റി? അവർ കണക്കാക്കാത്ത വിധത്തിൽ അള്ളാഹു അവരുടെ അടുക്കൽ ചെല്ലുകയും അവരുടെ മനസ്സുകളിൽ ഭയമിടുകയും ചെയ്തു. നോക്കുക, കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പ്രദേശത്ത് നിന്ന് അവരെ ഓടിച്ചെന്ന്, പേടിപ്പിച്ച് ഓടിച്ചെന്ന്. എന്നിട്ട് ഇത് പരിശുദ്ധമാണെന്നാണ് പറയുന്നത്. ഹമാസ് എന്ന് പറയുന്ന പൈശാചിക സംഘടന ഇസ്രായേലിൽ കടന്ന് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി അതിനോട് ഇസ്രായേൽക്കാർ പ്രതികരിച്ചപ്പോൾ അതിനെ വിമർശിക്കാൻ നാക്കുണ്ട്. ഇതിനെതിരെ ഒരു വാക്കുമിണ്ടില്ല എന്നുള്ളതാണ്. സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും അവർ വീടുകൾ നശിപ്പിച്ചു. ആകയാൽ കണ്ണുള്ളവർ കാണട്ടെ. 59:3 അള്ളാഹു അവരുടെ മേൽ നാട് വിട്ടുപോക്ക് വിധിച്ചില്ലായിരുന്നെങ്കിൽ ഇഹലോകത്ത് വെച്ച് തന്നെ അവരെ ശിക്ഷിക്കുമായിരുന്നു. അള്ളാഹു യഹൂദരോട് മദീനയിൽ നിന്ന് നാട് വിട്ടുപോക്ക് വിധിച്ചു. കൈ കിട്ടുന്നതും എടുത്ത് കൈക്കുഞ്ഞുങ്ങളുമായി നാട് വിട്ടുപോകാൻ പറഞ്ഞു, ഓടിച്ചവരെ. എന്നിട്ടത് കാരുണ്യമാണെന്നാ പറയുന്നത്. അത് അള്ളാഹുവിനോടും അവൻ റസൂലിനോടും അവർ മത്സരിച്ചു നിന്നതിൻ്റെ ഫലമത്രേ. എങ്ങനെയാണ്? വല്ലവനും അള്ളാഹുവുമായി മത്സരിക്കുന്ന പക്ഷം അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. കിടപ്പാടവേ, കഷ്ടപ്പെട്ട് തലമുറകളായി പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കി കിടപ്പാടത്ത് നിന്ന് ഇറക്കി വിട്ടിട്ട് അത് കരുണയാണെന്നാണ് പറയുന്നത്. 5:33 അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ശ്രമിക്കുന്നവർക്ക് അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ച് കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. ഈ 5:33 പറഞ്ഞ കാര്യമാണ് ഖുർആൻ 59-ാം അധ്യായത്തിൽ മദീനയിലെ യഹൂദരോട് ചെയ്തത്. ഇതെല്ലാം പരിശുദ്ധമാണ്, ഇതെല്ലാം സമാധാനമാണ്. ഇനി ദൈവത്തിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോഴെന്ന് പറയുന്ന ബൈബിളിലെ പ്രയോഗത്തിനെതിരെയാണല്ലോ ഉസ്താദിന് ഭയങ്കര വിഷമമുള്ളത്. അതൊന്ന് പറയാം. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. അതായത് ഇസ്രായേൽക്കാരുടെ അവിശ്വസ്തതയ്ക്ക് ദൈവം അവരെ കഠിനമായി ശിക്ഷണത്തിലൂടെ കൊണ്ടുപോകുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുക. ഇങ്ങനെ വിവിധങ്ങളായ അധിനിവേശ ശക്തികളിലൂടെ 2000-3000 വർഷക്കാലത്തെ ചരിത്രം നമുക്ക് കൃത്യമായ രേഖകൾ കിട്ടുന്ന ചരിത്രമാണ്. തർക്കമില്ലാത്ത വിധം പരിശോധിച്ചാൽ നിരന്തരമായ സഹനങ്ങളിലൂടെയും പീഡകളിലൂടെയും കടന്നുപോയിട്ടും ലോകത്തിൽ മൊത്തം ചിതറിക്കപ്പെട്ടിട്ടും ആ ജനത വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാഷ്ട്രത്തിലേക്ക്. ഈ അത്ഭുതം കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടുമെന്നാണ് പറഞ്ഞത്.
ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയാണോ ഭയപ്പെടുമെന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ ജോർദാനെതിരെ യുദ്ധം ചെയ്യുന്നില്ല, ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നില്ല, ലെബനോനുമായി യുദ്ധത്തിലല്ല, സിറിയയുമായി യുദ്ധത്തിലല്ല. അവിടെയെങ്ങും ഇസ്രായേൽ അധിനിവേശം നടത്തുന്നില്ല. ലോകം മുഴുവൻ സൈന്യത്തിലേക്ക് വരുന്നത് വരെ യുദ്ധം ചെയ്യുമെന്നുള്ള പ്രയോഗം ഇസ്രായേൽക്കാരുടെ ഇടയിലില്ല. അപ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? അവരുടെ സാങ്കേതിക മേന്മയും അതിജീവനക്ഷമതയും. അതിൻ്റെ കാരണം എന്താണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട ജനത, ദ ചോസൻ പീപ്പിൾ, ദി എലക്റ്റഡ് വൺസ്. ക്രിസ്ത്യാനികളിലേക്ക് വരുമ്പോൾ എന്താണ്? ക്രിസ്ത്യാനികളിലേക്ക് വരുമ്പോൾ ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്കാണ് ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തി ഉയർത്തപ്പെടുന്നത്. അതാകട്ടെ സ്വഭാവത്തിലൂടെ, ക്യാരക്ടർ ബേസ്ഡാണ്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞവയനുസരിക്കണം. സോ ഇസ്രായേൽക്കാരുടെ കാര്യത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. അപ്പം ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനത എന്ന രീതിയിൽ അവരുടെ സവിശേഷതകൾ, ബൗദ്ധികമായ, ടെക്നിക്കലായ, വിദ്യാഭ്യാസപരമായ, ചികിത്സാ മേഖലയിലെ, അങ്ങനെ ലോകത്തിന് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സവിശേഷത അതെവിടെയാ? അനുകൂല സാഹചര്യങ്ങളിലല്ല എന്ന് ഓർക്കണം. ഇതുമൂലം ലോകം, അതായത് ദൈവഭയമുള്ളവർ ഇത് കാണുമ്പോൾ ഭയപ്പെടും. അപ്പോൾ ദൈവം എത്രയോ ശക്തനാണ്. ഈ ജനതയെ തിരഞ്ഞെടുത്തൊരു അടയാളമാക്കി ലോകർക്ക് നൽകിയിരിക്കുകയാണ് ഇവരെ. ഇത് പറയാണ്, അവരുടെ അവിശ്വസ്തത നിമിത്തം ദൈവം അവരെ പീഡനങ്ങൾക്ക് വിട്ടുകൊടുത്ത് ലോകത്തിൽ ചിതറിച്ചു എന്നുള്ളതാണ്. ആ ബൈബിൾ വചനം പൂർത്തിയാകുന്നത് കാണുമ്പോൾ ഭയപ്പെടും. ദൈവത്തിൻ്റെ നാമം അവർ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് മൂലമുള്ള സവിശേഷത കാണുമ്പോൾ ദൈവഭയമുള്ളവർ ഭയത്തോടെ ചിന്തിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ബൈബിളിൻ്റെ ആധികാരികതയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതിന് ബൈബിളിൻ്റെ നേരെ ഒച്ചയിട്ടോ ഡാനിയലച്ചനെ സയനിസ്റ്റ് എന്ന് വിളിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല ഉസ്താദേ. ഇനിയൊരു കാര്യം ഞാൻ പറയാം. ജെറുസലേമിൽ ഒരു മൂലക്കല്ല് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിനിട്ട് ആരതൊഴിക്കുന്നു അവർക്ക് നാശമുണ്ടാകും. ആ കല്ല് ആരുടെ മേൽ വീഴുന്നുവോ അവർ ധൂളിയാകും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇസ്രായേൽക്കാർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ശപിച്ചുകൊണ്ട് ലേഖനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥമൊന്നും ഇറക്കിയിട്ടില്ല. അവർ യേശുവിനെ അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ആരെങ്കിലുമൊക്കെ യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിന് അവർ തടസ്സമല്ല, അവരംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇസ്ലാമിൽ വരുമ്പോൾ എന്താ സ്ഥിതി? ഖുർആൻ 9-ാം അധ്യായം 29-30 വാക്യങ്ങൾ, യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി കാണുന്നവരെ അള്ളാഹു ശപിച്ചുവെന്ന് ഖുർആൻ 29-30 പഠിപ്പിക്കുക. അതുകൊണ്ട് എന്തുണ്ട്? നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോഴും സമാധാനമില്ല. ക്രിസ്തുവാകുന്ന കല്ലിനെ നിങ്ങൾ നിഷേധിച്ചു, മൂലക്കല്ലിനെ നിങ്ങൾ നിഷേധിച്ചു. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഉസ്താദിൻ്റെ മതം ഭൂരിപക്ഷമാകുമ്പോൾ തമ്മിലടി തുടങ്ങും. യഹൂദരെ സംബന്ധിച്ചോ അവർ ക്രിസ്തുവിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും വരാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? അവർ ഭൂരിപക്ഷമാകുമ്പോൾ തമ്മിലടിയില്ലെങ്കിലും അവിശ്വസ്തത മൂലം അവിശ്വസ്തതയ്ക്ക് അവർ വില കൊടുക്കേണ്ടി വരികയാണ്. ഇപ്പം ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ നിങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയും മറ്റൊരാ വിഷയത്തെ അവഗണിക്കുകയും ചെയ്യുകയാണ്. അതാണ് രണ്ട് കൂട്ടർക്കും ഈ പ്രതിസന്ധി ഉള്ളത് എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അറിയാനിടയായിട്ടും അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഭൂരിപക്ഷമാകുമ്പോൾ സമാധാനമില്ലാത്തത്. UAEയും സൗദിയുമൊക്കെ എക്സെപ്ഷൻസുകളാണ്. ഇസ്ലാമിനെ റിലീജിയനാക്കി മാറ്റിയ ശക്തരായ ഭരണാധികാരികൾ ഉള്ളതുകൊണ്ടാണ് UAEയിലും സൗദിയിലുമൊക്കെ എക്സെപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നതിൻ്റെ അർത്ഥം അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നുള്ള രീതിയിലുള്ള സവിശേഷതയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആ സവിശേഷത തിരിച്ചറിയുന്നവർ ഭയത്തോടുകൂടി ഇവരെ വീക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബൈബിളിൻ്റെ ആധികാരികത, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ആധികാരികത, ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ പദ്ധതികളുടെ ആ മഹനീയത മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത വിധം മഹനീയമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ സൂചിപ്പിക്കുന്നത്.